ഈ ഒരു കടയാണ് ഈ അഫ്സൽ ഹോട്ടൽ എന്ന് പറഞ്ഞ കടയിലാണ് ഞാൻ ഇന്നലെ കിടന്നത്. അപ്പോൾ ഇവന്മാരോട് ഞാൻ മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചാൽ ഞാനിവിടെ ചാർജ് കുത്തിയിട്ടോട്ടെ. എൻ്റെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്നലെ കിടന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ സാധനങ്ങളൊന്നും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഞാൻ ഇന്നലെ കിടന്നത് അവിടെ കേട്ടോ, അറ്റത്ത്. ഇവിടെ ചാർജ് കുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ നോക്കുമ്പോൾ സാധനം കാണാനില്ല. കാരണം പവർ ബാങ്ക് ഇല്ലെങ്കിൽ ഒരു പരിപാടി നമ്മുടെ നടക്കൂല. അതാണ് കാരണം. ഫോണിൽ ചാർജ് നിൽക്കൽ കണക്കാണ്. അതായത് പുതിയ ഫോണാണെങ്കിലും ഒരു പരിധിവരെ ചാർജ് നിൽക്കണം. അപ്പോൾ പുള്ളി വന്നിട്ടുണ്ടെന്ന് തോന്നട്ടാ. ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ദ്രാസിലാണ്. അതിൻ്റെ കണ്ണ് റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ രണ്ടുപേരെ പരിചയപ്പെടുത്തുന്നത്. ഹായ് ബ്രോ. ഹായ്, नाम क्या है आपका? अमृत किसको? आपका सुबह बजाज। किधर का है आप? हम दोनों वेस्ट बंगाल से। हम लोग भी ऑल ओवर इंडिया टूर करते हैं। मेरा 1 साल आज 6 दिन हो गए। अच्छा, आप? इनका 1 साल 5 महीना 15 दिन। अच्छा, वो बढ़िया। ओ ये अब रेस्ट है ना, तो हाँ जी, रेस्ट किया था, कुछ प्रॉब्लम है? वो हम लोग जा रहा था ले की तरफ ही, तो उधर एक डाउन मिला था हम लोगों को। डाउन का चक्कर आ गया था तो गिर गया, तो एक्सीडेंट हो गया। तो उसकी वजह से हम लोग जिधर साइकिल था उधर ही हम लोग कोई एक घर में साइकिल को रख के फिर एम्बुलेंस कॉल करके ये धारास हॉस्पिटल तक कल आया। इधर कल रात इनका ट्रीटमेंट हुआ। तो इधर अभी हम लोग कोई प्रॉब्लम नहीं अभी ओके है। ഓക്കെ അബി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവരെ കണ്ടതിൽ വല്ല സന്തോഷമായിട്ട്. കാരണം ഇവർ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇന്നലെ അല്ല, മിഞ്ഞാന്നൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് നേരെ നമ്മുടെ കാർഗിൽ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇറക്കമൊക്കെ വന്നല്ല. അപ്പോൾ അവിടെ വെച്ചാണ് ആക്സിഡൻറ്റ് ആയത്. അപ്പോൾ ഇയാളുടെ കൈക്ക് ഭയങ്കര പരിക്കുന്നുണ്ട്. കൈക്കും പിന്നെ തലക്കൊക്കെ എന്തോ പരിക്കുണ്ട്. അപ്പോൾ അത് കാരണം ഒരു റെസ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 റൊട്ടി ഓർഡർ. അപ്പോൾ ഇവർ ചായ കുടിച്ചെന്നാണ് പറഞ്ഞേട്ടാ. അപ്പോൾ എന്തായാലും നമുക്കിത് കുടിച്ചിട്ട് ഇവിടെ ഇറങ്ങാം. കണ്ണ് സെറ്റായി വന്നുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ പവർ ബാങ്ക് ചാർജർ കിട്ടിയേട്ടാ. അത് ഇവർ എന്നെ എടുത്ത് മേലിൽ കുത്തിയിട്ടേക്കണേട്ടാ. സത്യം പറഞ്ഞാണ്ട് ഉമ്മാരോട് വെച്ചിട്ട് ഉമ്മാർ ആദ്യമൊന്നും മിണ്ടിയില്ല. അപ്പോൾ അവസാനം ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരെ വിളിച്ചിട്ട് വന്നപ്പോൾ സാധനം ഉമ്മാർ മേലിൽ നിന്ന് എടുത്തിട്ട് വന്ന്. എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. ഇവർ കുത്തിയിട്ടേന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് ഇറങ്ങാം. നമ്മളെ ഗ്രാസിലൊരു ഹോസ്പിറ്റൽ വന്നേക്കണേട്ടാ. ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അത് കയറുമ്പോൾ ഷൂവിൽ കവർന്നിട്ട് വേണം കയറാനേട്ടാ. അപ്പോൾ എൻ്റെ കണ്ണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനാ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാ ഇവിടെ ജനറൽ വാർഡ് ഇവിടെ കാണിക്കാം കേട്ടോ. ഒന്ന് കാണിച്ചു നോക്കാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ആ ഡോക്ടർ നമുക്ക് മരുന്നൊക്കെ ഈ തന്നിട്ടാ. അതിലൊരു ഗുളികയുണ്ട്, പിന്നെ ഒരു ഓയിൽമെൻ്റ് ഉണ്ട്. ഗുളിക ഇപ്പോൾ കഴിക്കണ്ട, രാത്രി കഴിച്ചാൽ മതി. കാരണം ഉറക്കം വരുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓയിൽമെൻറ്റ് ഇവിടെ ഇല്ല, രണ്ടും ഇല്ല. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കണം. ഇതാണ് ഹോസ്പിറ്റലിൽ ദ്രാസ്. 2 ആംബുലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടല്ല, മറ്റേ ഇപ്പോൾ രാവിലെ നമ്മൾ 2 പേരെ കണ്ടില്ല. അവന്മാരി ഇവിടെയാണ് കാണിച്ചേട്ടാ ഹോസ്പിറ്റലിൽ. ആംബുലൻസ് നേരെ വന്നത് ഇവിടെയാണ്. അവിടെ ഇറക്കത്തിലാണ് അവന്മാർ സൈക്കിളും കാര്യങ്ങളും വീട്ടിൽ വെച്ചത്. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അവിടെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് ഹായ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മരുന്ന് മേടിക്കാട്ടോ. അവിടെ മെഡിക്കൽ ഷോപ്പൊക്കെ തുറക്കാൻ വേണ്ടി ടൈം എടുക്കും എന്തായാലും. അപ്പോൾ നമ്മൾ ജസ്റ്റ് മുന്നോട്ട് പോകണേ കേട്ടോ. അപ്പോൾ പോകണ വഴിക്ക് എവിടെയെങ്കിലും മേടിക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ കണ്ടില്ല ഇവിടെ പൊട്ടിയിരിക്കാണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും പോകണ വഴിക്ക് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കാട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ റൂട്ട്. നമ്മൾ ഈ റൂട്ട് കഴിഞ്ഞ പ്രാവശ്യം ചവിട്ടി കയറിയാണ്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, പറ്റുള്ള ടയർഡായിട്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യണം. നമുക്ക് എന്തായാലും ലേ എത്തണം. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നേരെ നമ്മൾ ചെല്ലാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കാർഗിൽ വാർ മെമ്മോറിയലാണ്. അപ്പോൾ അതൊന്ന് കാണാം. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ എന്തായാലും പ്രാവശ്യം നമുക്ക് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയൽ എത്തിയേട്ടാ. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാണ്ട കാർഗിൽ വാർ മെമ്മോറിയൽ. ഇപ്പോൾ ഇവിടെ പാർക്ക് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. ബൈക്കേഴ്സും പിന്നെ അതേപോലെ കുറേ ടൂറിസ്റ്റുകാർ ഇങ്ങനെയുണ്ട്. ഹായ്, ഇതാണ്ട കാർഗിൽ വാർ മെമ്മോറിയൽ. അപ്പോൾ ഇവിടെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രെയിം കാര്യങ്ങളൊക്കെ. കാർഗിൽ വാർ മെമ്മോറിയൽ
അങ്ങനെ നമ്മുടെ സൈക്കിൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടംമാതിരി റൈഡേഴ്സ് ഡൽഹിയിൽ നിന്ന് ഹരിയാനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കാർഗിൽ വാർ മെമ്മോറിയലിൽ അകത്ത് കയറാം കേട്ടോ. അപ്പോൾ ഇവിടെ കയറുമ്പോൾ ആദ്യം നമ്മുടെ ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് കാണിക്കണം. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ട് ഞാൻ ഈ സാധനം ഇട്ടേക്കണ വേറെ നല്ല മുടിയൊക്കെ ആകെ ഇടങ്ങേറായിട്ട് ഇരിക്കണതാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ കണ്ണിൻ്റെ മറ്റേ സീറ്റ് കാരണം കണ്ണ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവർ ജസ്റ്റ് ഒരു ഇത് വെച്ചേക്കണേ കേട്ടോ, ഒരു ഫ്രെയിം പോലെ വെച്ചേക്കണേ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതാണ് എൻട്രൻസ് കാർഗിൽ വാർ മെമ്മോറിയൽ. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറയും. അതായത് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. ബാക്കി നിങ്ങൾ എല്ലാ സ്ഥലത്തും വീഡിയോയും കാര്യങ്ങളും എടുത്തോ, ഒരു കുഴപ്പമില്ല. ആ ഒരു നിബന്ധന അവർ പറയും. കണ്ടില്ല അവിടെ ഒരു ആർമിക്കാരനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തായാലും അകത്തേക്ക് കയറാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ അകത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അവിടെ ഒരു ഓഫീസറുണ്ട് കേട്ടോ. ആളാണ് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഇപ്പോൾ അവിടെ രണ്ടുപേരും ഇപ്പം ഉണ്ടല്ലോ, അവരോട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വേറൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ മ്യൂസിയമാണ്. ബാക്കി എവിടെയും നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ അവർ ബാനർ പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെയൊന്നും നമുക്ക് കയറാൻ പാടില്ല. അതായത് അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാനോ പെർമിഷൻ ഇല്ല. ബാക്കി എവിടെയെന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ കയറി ഇവിടെ ഒരു ഇതിൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകട്ടെ. ഇവിടെ വന്നിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് വായിച്ച് നോക്കട്ടെ കേട്ടോ, കറക്റ്റ് എന്താ സംഭവം എന്ന്. കാരണം ഇവിടെ ആൾക്കാരൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതിനെ പറയണത് MiG 21 എന്നാണ് കേട്ടോ. അതായത് ആ കാർഗിൽ വാറിൽ ഇതാണ് യൂസ് ചെയ്ത അങ്ങനത്തെ അതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഫ്രെയിം വെച്ചേക്കണം കേട്ടോ അവർ ഇവിടെ. എന്തായാലും ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്ന് ഞാട് വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഫുള്ള് ഒരു പ്രതിമ വെച്ചേക്കണത് ഇവിടുത്തെ അന്ന് കാർഗിൽ വാറിൽ പങ്കെടുത്ത മേജർമാരുടെയും അതേപോലെ തന്നെ ക്യാപ്റ്റന്മാരുടെയൊക്കെ കേട്ടോ. മെയിനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ പറ്റണം കേട്ടോ. ബാക്കിയുള്ള ആളുകളുടെ ഫോട്ടോയും കാര്യങ്ങളും വാർ മെമ്മോറിയലിൻ്റെ, അതായത് അവിടെ ഒരു എന്താ പറയുക മ്യൂസിയം ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ അവിടെ അടക്കേൻ്റെ ഇത് അവിടെ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അന്ന് യൂസ് ചെയ്ത കുറച്ച് ഇതാണ്, അതായത് മെഷീൻസാണ് കേട്ടോ. മറ്റേ ബീരങ്കി ഇതാണ് അന്ന് യൂസ് ചെയ്തത്. ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ ഇതാണ് കേട്ടോ. കാരണം ഇത് ഡയറക്റ്റ് ഭയങ്കര പവറുള്ള സാധനമുണ്ട് ഇത്. കാരണം ഭയങ്കര ലോങ് പോണ ഇതാണ് കേട്ടോ. കറക്റ്റ് നമുക്കറിയില്ല. ഇതില്ലേ ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഉണ്ട് മ്യൂസിയം ഉള്ള. പക്ഷേ ഇവിടെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്ന അവർ പറഞ്ഞേക്കണം. അപ്പോൾ അത് കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കണേ. പിന്നെന്താ ഇതിൻ്റെ സൈസ് നോക്കിയേ, എന്ത് വലിയ സാധനം നോക്കിയേ. ബാറ്റിൽ ഓഫ് PT 5140 ഗൺ ഹിൽ. കാരണം അന്നത്തെ ആളുകളുടെ ആ ഒരു ഫോട്ടോ വേണ്ട. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവരെയൊക്കെ ബിഗ് സല്യൂട്ടാണ് കൊടുക്കേണ്ട. കാരണം നമ്മളിവിടെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ അറിയുള്ളൂ. കാരണം ഇത്ര ആളുകൾ പോരാടി മരിച്ച ഒരു സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുമ്പോഴല്ല, കാരണം നമ്മൾ അവരെ വല്ലാണ്ട് അങ്ങ് റെസ്പെക്റ്റ് ചെയ്ത് തോന്നി ശരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫീലൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ, നമ്മളിവിടെ വരുമ്പോഴല്ല ഈ ഒരു കാഴ്ചയെ കാണുമ്പോൾ നമ്മൾ വല്ലാത്ത റെസ്പെക്റ്റ് ആണ് കേട്ടോ. സത്യം പറയാം. എൻ്റെ പൊന്നു, നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഒന്ന് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഇതാണ് കേട്ടോ വീർഭൂമി. അതായത് നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയൽ, കാർഗിൽ വാറിൽ മരണപ്പെട്ട ആളുകളുടെ ഇതാണ് കേട്ടോ ഇവിടെ. കാരണം ഇവിടെ ഒരുപാട് അന്ന് മരണപ്പെട്ട എല്ലാവരുടെയും ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങാടൊക്കെ ഒന്ന് ജസ്റ്റ് മ്യൂസിയം ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല, കാരണം അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കണില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു വാളുണ്ട് കേട്ടോ ആ പുറകിൽ. അവിടെ അന്ന് മരിച്ച ജവാന്മാരുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എഴുതി വെച്ചേക്കണം. നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല. അപ്പോൾ ഇവിടം വരെ നമുക്ക് പെർമിഷൻ ഉള്ളൂ, കാരണം ഇവരിവിടെ ഇത് വെച്ചിട്ടുള്ളേ. അപ്പോൾ ഇവിടം വരെ നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ.
അപ്പോൾ എന്തായാലും നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അകത്ത് നിന്നിട്ട് മറ്റേത് കാണാം കേട്ടോ. എന്തായാലും അത് കണ്ടിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങണ കേട്ടോ, കാർഗിൽ വാർ മെമ്മോറിയലിൽ നിന്ന് ഇറങ്ങണതാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് കാർഗിലാണ് കേട്ടോ. ഈ കാർഗിൽ വാർ മെമ്മോറിയൽ വന്നത് ദ്രാസിലാണ്. ദ്രാസിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ മാറിയാണ് കേട്ടോ കാർഗിൽ വാർ മെമ്മോറിയൽ വന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് ഇതുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ കണ്ടില്ലേ തോക്കിൻ്റെ 2 ഇത് വെച്ചേക്കണം, പക്ഷെ അങ്ങാടെയൊക്കെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് എന്താണെന്നുള്ള ഇത് നമ്മളിവിടെ എഴുതിയിട്ട് ഇവിടെ ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളും എഴുതി ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വന്ന ആളുകളുടെ എല്ലാവരുടെയും ഇവിടെ വന്നിട്ടുള്ള എന്താണ് ഇവർക്ക് തോന്നിയത് അതൊന്ന് എഴുതി ഇവിടെ ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളും എഴുതി ഒട്ടിക്കാൻ വേണം. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ അവർ എഴുതാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എഴുതി ഒട്ടിക്കണം കേട്ടോ. ഞാൻ കാണിച്ചുതരാം എന്താ എഴുതണേന്ന്. അങ്ങനെ നമ്മുടെ ഒരു തോട്ടും നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒട്ടിക്കണേക്കും, കാരണം എല്ലാവരും ഒന്ന് ഒട്ടിക്കാനുണ്ട്. കാരണം അവർക്ക് ഇവിടെ വരുമ്പോഴുള്ള എന്താണ് അവർക്ക് കിട്ടണ ആ ഒരു ഇത്. അപ്പോൾ ഞാനും എഴുതിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇംഗ്ലീഷൊന്നും കുറേയൊക്കെ തെറ്റാണ്. പക്ഷേ ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും തോന്നിയത് പിന്നെ എന്ത് പണ്ടാരും എഴുതി വെച്ചാൽ, പക്ഷേ ഇംഗ്ലീഷ് കുറേ തെറ്റുണ്ട്. എന്നാലും എനിക്ക് മനസ്സിൽ എനിക്ക് തോന്നിയൊരു ഇതാണ് ഞാൻ എഴുതി വെച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒട്ടിക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതാണ് എൻട്രൻസ്. ഇപ്പോൾ ഇവിടെ കുടിക്കാൻ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്ട് അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇപ്പോൾ നമ്മളുള്ളത് കാർഗിൽ പോണ റൂട്ടിലാണ് കേട്ടോ. അതായത് കാർഗിൽ ലേ ലഡാക്ക് പോണ റൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. നമ്മളെ ഈ റൂട്ടൊക്കെ പോകുമ്പോഴല്ലോ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്താണ്ട പോണ. നോക്കിയേ ചുറ്റും മലകൾ, റോഡ് അടിപൊളി റോഡാണ് കേട്ടോ. നോക്കിയേ കാഴ്ചയൊക്കെ ഉണ്ടല്ലോ. സത്യം പറയണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട യാത്രകളാണ് കേട്ടോ. ഞാൻ വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പാണെങ്കിലും ഇപ്രാവശ്യത്തെ യാത്ര ഉണ്ടെങ്കിലും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണ്ട കേട്ടോ. അതൊരു വലിയ ഇത് തന്നെ കേട്ടോ. അല്ല ആർമിയുടെ വണ്ടിയാണ് പോണ. അത്യാവശ്യം കൂടിയൊരു ഓഫീസറാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ ആർമിയുടെ വണ്ടി തന്നെ കേട്ടോ. രജിസ്ട്രേഷൻ ഇത് ആർമി അല്ലേ, ഇത് മറ്റേ ആർമിയുടെ തന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാന്ന് തോന്നുന്നു. അല്ലേ കിടിലൻ റൂട്ടാണ് കേട്ടോ. നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ടുകളാണ് ഈ ഒരു മണാലി ടു ലേ അല്ലെങ്കിൽ ശ്രീനഗർ ടു ലേ. നല്ല അടിപൊളി റൂട്ടാണ്, ഭയങ്കര എക്സ്പീരിയൻസ്. അതും ഒരു ബൈക്ക് റൈഡാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ സൈക്കിൾ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്ക് റൈഡാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ എൻ്റെ വീട്ടുകാർക്കായാലും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അറിയാം ഇങ്ങനത്തെ ഒരു കാര്യം, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ നമ്മുടെ ഒരു സിറ്റുവേഷൻ കാരണമാണ് നമ്മൾ സൈക്കിൾ ചൂസ് ചെയ്തത്. പക്ഷേ സൈക്കിൾ റൈഡ് ഒരിക്കലും എനിക്ക് ഒരു പോണ വഴിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടായാലും ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യം കൂടിയുണ്ട് എൻ്റെ ഈ സൈക്കിൾ റൈഡ്. കാരണം ഒരുപാട് നല്ല ഓർമ്മകളും എനിക്ക് കുറേ പേരായിട്ട് അടുക്കാനും കുറേ പേരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ടാകാൻ കാരണം ഈ ഒരു സൈക്കിൾ റൈഡാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുന്നത്, എനിക്ക് ഈ റൂട്ട് എനിക്കൊന്ന് ഒരു ബൈക്ക് റൈഡ് നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. അതും സ്വന്തം ബൈക്കിന് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത റൈഡ്, അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തരാം, സമയം ഉണ്ടാവുമല്ലോ, നോക്കാം. ഇവിടെ വഴി വെച്ച ഒരാളെ കണ്ടിട്ടാ. ഹായ് ബ്രോ, कैसे हो आप? किधर का? I'm Srinjoy. Okay. Yeah, your name? Srinjoy. Srinjoy. Yeah. Oh, you're from? I'm from West Bengal. West Bengal, Kolkata. Oh, Yes. where are you going? Today I'm going to Sugu Valley. Sugu Valley. Sugu Valley. In where? There is a that place goes to Zanskar. Zanskar Valley. Ah, oh, nice. അപ്പോൾ ആള് വെസ്റ്റ് ബംഗാളിൽ നിന്ന്. You are 2 people all? No, me and my mom did. Okay. ഫാമിലി ട്രിപ്പ്. കാരണം ഇവര് एक मिनट അപ്പോൾ ഇവര് നേരെ സാൻസ്കർ പോണേട്ടാ. हाय सर, आपका नाम क्या है? Animesh Saha from Bengal. आप कहाँ से हैं? मैं केरला से. Okay, thank you. അപ്പോൾ ഇവര് നമുക്ക് രണ്ട് ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടാ. താങ്ക് യു sir. ഓക്കെ. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ഇവര് വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ ഇവര് ഇവിടെ സുറു വാലി പോണേട്ടാ. അപ്പോൾ പോയിട്ട് സുറു വാലി से आज रहेंगे, कल सुबह सुरु वैली से निकल के ले जाएगा. अच्छा. ओ नाइस.
Okay, nice to meet you. Okay. ठीक है, thank you. Okay, happy journey. Happy journey. Also to you. Okay, बहुत ही अच्छा लग रहा है. thank you. ऐसा कर रहे हैं. Thank you, bro. आपसे हम लोगों को इंस्पिरेशन मिलेगा. ഓ താങ്ക് യു ബ്രോ. ഓക്കെ, അപ്പോൾ ഇവർ പോണേണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് യാത്ര ആകട്ടെ. ഓക്കെ, സി യു. Bye bye. Happy journey. താങ്ക് യു. നമ്മുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വിശപ്പ് വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു ആപ്പിൾ കഴിക്കാമെന്ന് വെച്ച്. ഈ റൂട്ടിലൊന്നും വേറെ കടകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പയ്യെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ കഴിച്ച് നമ്മൾ പോവാം. കാരണം വിശപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ആപ്പിൾ കഴിക്കാം. നമ്മളെ വന്നവഴിക്ക് ഇവിടെ ഒരു വില്ലേജ് എത്തിയിട്ടാ. തസ്ഗാം എന്നാണ് വില്ലേജിൻ്റെ പേര് കേട്ടാ. ചെറിയൊരു വില്ലേജാണ്. നമ്മളിപ്പോൾ കാർഗിൽ പോണ റൂട്ടാണ് ഇത്. അത്യാവശ്യം വന്നവഴി കുറച്ച് ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആശ്വാസവും. പിന്നെ അതേപോലെ തന്നെ ഇറക്കുമായാലും നമ്മുടെ സൈക്കിളിലെ ആ സാധനം ഒടിഞ്ഞിരിക്കണോണ്ട് കുറച്ച് പണിയാണ്. ഇവിടേക്ക് ഇനി വെൽഡിങ് ഷോപ്പൊക്കെ കിട്ടാൻ പണി, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കാനാണെങ്കിൽ പണിയാണ്. അപ്പോൾ എന്തായാലും കാർഗിൽ പോകേണ്ടി വരും. കുറച്ച് ഇറക്കമുണ്ട് പിന്നെ അങ്ങാട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് എന്തായാലും പറയണ്ടല്ലോ. ചെറിയൊരു ഗ്രാമമുണ്ട് ഇത്. നല്ല വീടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു സ്കൂളാണ് കേട്ടോ, ഹൈസ്കൂള്, ഗവൺമെൻറ് ഹൈസ്കൂള് തസ്ഗാം എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു. ഹായ്, ഇത് ഏതോ കേട്ടോ സ്കൂള്. അത് തന്നെ പുറകിൽ ഇതാ കാണുന്ന കേട്ടോ സ്കൂള്. അധികം ആൾക്കാരൊന്നും കണ്ടില്ല. അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. കടയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ കടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ അവിടെ. എന്നാലും ഇവിടെയൊക്കെ ഡിസംബർ ടൈമൊക്കെ ഭയങ്കര പണിയായിക്കോട്ടെ. മഞ്ഞും കാര്യങ്ങളൊക്കെ കൊണ്ടൊന്നും അറിയുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ. കാരണം ദ്രാസിലൊക്കെ നല്ല തണുപ്പായിക്കോട്ടെ. ദ്രാസ് എനിക്ക് തോന്നുന്നുണ്ട് വേൾഡിൽ എത്രയോ സെക്കൻഡാണ് കൂളസ്റ്റ് ഇതാണ്ടോ ദ്രാസ്. അപ്പോൾ അവിടെയൊക്കെ സീനായിരിക്കും തണുപ്പ് കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നവംബറിലല്ല ഒക്ടോബർ ലാസ്റ്റൊക്കെ എപ്പോഴാണ് ദ്രാസ് എത്തിയത്. അപ്പോൾ ഭയങ്കര തണുപ്പാർന്ന് കേട്ടോ. അപ്പോൾ തണുപ്പാർന്ന്. ആർമിയുടെ എന്തോ വണ്ടിയാണെന്ന് തോന്നുന്നു. അതിലെന്തോ ആർമിക്കാരാണത്. ഇവിടുന്ന് ഏകദേശം കാർഗിൽ 34 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ലൈറ്റുക്കുള്ളിൽ എത്താൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. സൈക്കിളിൻ്റെ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഓടിച്ചു പോകണം കേട്ടോ. ഇവിടുത്തെ പിള്ളേരുണ്ടല്ലോ, ഈ തസ്ഗാം എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ പിള്ളേർ, അവന്മാർ പന്നൊഴുകി കുറേ പേര് വട്ടം നിന്നിട്ട് പൈസ തരുക, എന്തെങ്കിലും തരുക എന്നൊക്കെ ചോദിച്ചു. എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ കൊടുക്കാൻ കുറച്ച് എന്തോ മിഠായി അല്ലല്ലോ, മിഠായി ഉണ്ടായിരുന്ന ഇനി ഒരു മിഠായി കൂടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത്രയും പേർക്കും കൂടെ ഞാൻ ആ ഒരു മിഠായി കൊടുക്കാൻ പറ്റൂല. പിന്നെ അതേ പൈസ തരുക എന്നൊക്കെ വെച്ച് എല്ലാവർക്കും 10 രൂപ വെച്ച് കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞ് തരാൻ പറ്റില്ല, കാരണം അവന്മാരിൽ ഭക്ഷണം എന്തോ സാധനമൊക്കെ ഇരിപ്പണ്ടേ. പിള്ളേരെ ഭയങ്കര വിളഞ്ഞ വിത്തുകളാണ് ഇവിടെ ഉള്ളവന്മാർ. ഞാനിപ്പോൾ ഒരു കണക്കിന് അവന്മാരെ ബാക്കിൽ ആ സാധനത്തിലൊക്കെ വന്ന് പിടിച്ച് ഇപ്പോൾ ഇത് അത് ഇളകിയിട്ടുണ്ട് വീണ്ടും. പക്ഷെ ഇനി ഇത് കാർഗിൽ എത്താണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഈ സാധനം, അല്ലെങ്കിൽ നടപടി ആവൂല. ഇതാണ്ട ഗ്രാമം. നമ്മളെ ഇപ്പോൾ ഉള്ളത് നല്ല കിടിലൻ റൂട്ടാണ് കേട്ടോ. അതായത് നല്ല ബൈക്ക് റൈഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതായത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ റോഡാണ് കേട്ടോ. എനിക്ക് ചുറ്റും മലകളും അതിൻ്റെ നടുക്കൂടെ ഒരു റോഡും. എൻ്റെ മോനെ ലഡാക്കിലേക്കുള്ള യാത്ര ഉണ്ടായത്, അതായത് ലഡാക്കിലേക്ക് പോണ റൂട്ടാണിത്. നിങ്ങൾ ലൈഫിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ടാണ് ഇത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒന്ന് അറിയിക്കട്ടെ. കാരണം കിടിലൻ റൂട്ടാണ്, നല്ല അടിപൊളി റൂട്ടാണ് ഇത്. നമ്മളെ ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ദ്രാസിൽ നിന്ന് കാർഗിൽ പോണ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഓർമ്മ തോന്നിയിട്ട്, അതായത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ആർമിക്കാർ അവരുടെ വണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി എന്തോ കംപ്ലൈൻ്റ് ആയി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരൊപ്പം ഇവിടെ നിന്ന് സംസാരിക്കുകയും ഭക്ഷണമോ കഴിക്കുകയൊക്കെ ചെയ്ത സ്ഥലം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ റൂട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലം ആലോചിച്ചതാണ്. കാരണം പെട്ടെന്ന് ഞാൻ കണ്ടിട്ടാ വല്ലാത്തൊരു ഓർമ്മയായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിലൊരു വലിയൊരു മൊമെൻറ്റും കൂടെ ആയിരുന്നു അത്. കാരണം നമ്മൾ വിശന്ന് ഈ റൂട്ടിൽ കൂടെ ഒട്ടും പറ്റാണ്ട് പോകണമായിരുന്നു. അപ്പോഴാണ് ഒരു മലയാളി ഓഫീസറിനെ കാണുകയും ആളിനോട് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ക്യാമ്പിൽ പോയി ഭക്ഷണമൊക്കെ എടുത്തിട്ട് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ നേരത്തെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടാ. പിന്നെ എല്ലാവരും കൂടെ ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയേട്ടാ. ഭയങ്കര സന്തോഷം വന്നിട്ടാ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് നേരെ കാർഗിലേക്ക് പോകണേണ്ട. എൻ്റെ മോനെ നല്ല കിടില റോഡാണ്. നമ്മളിപ്പോൾ ഒരു ഇറക്കാക്കി ഇട്ടിട്ടൊക്കെ ഇറങ്ങി തന്നെയാണ്. ഇപ്പുറത്ത് ഒരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ചെറിയൊരു റോഡാണെങ്കിലും ഉണ്ടല്ലോ, നല്ല കിടിലൻ വൈബാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ നോക്കിയാൽ ചുറ്റും മലകൾ, അടിപൊളിയാണ് കേട്ടോ.
സെറ്റാണ്. നിങ്ങളെന്തായാലും പന്നോട്ടെ, ഞാൻ അത്രേ പറയുള്ളൂ. എനിക്ക് എൻ്റെ ഈ വീഡിയോ കൂടെ എനിക്ക് അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണോട്ടാ. നമ്മൾ ഈ ഒരു കയറ്റം കയറി വന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ സൈക്കിൾ ഭയങ്കര ആട്ടം. നോക്കിയപ്പോൾ ഈ സാധനമില്ല സൈക്കിളില്ല, ഇത് ഒടിഞ്ഞു പോയിട്ടാ. ഒന്നിലേക്ക് ഇത് വെൽഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു സാധനം കിട്ടുമെങ്കിൽ അത് മേടിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നിലേക്ക് കാർഗിലെല്ലാം വഴിക്ക് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെൽഡ് ചെയ്യണതാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം വെൽഡ് ചെയ്ത് തരുവാന്ന്. പണ്ടാരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചാണ് ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടണം. എന്തായാലും നമുക്ക് നോക്കാം, മഞ്ഞടുത്ത് വെച്ച് നോക്കാം, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ ഒന്നും നടക്കൂല. എന്തായാലും ഓക്കെ പയ്യെ മുന്നോട്ട് പോകാട്ടോ. നമ്മൾ സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പുറത്തോട് ഒഴുകണ റിവർ ദ്രാസ് റിവറാണ് കേട്ടോ, അതായത് ദ്രാസ് നദിയാണ് ഒഴുകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് വയറിന് എന്തോ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നണ്ട, കുറച്ച് പണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അറിയില്ല എന്ത് ഭക്ഷണത്തിൽ നിന്നാണോ കിട്ടിയതെന്നൊരു ഐഡിയ ഇല്ല. ഇതാണ് റോഡ്, കിട്ടിയ റോഡാണ്. നമ്മൾ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട റോഡാണ്. നമ്മളെ കാർഗിലേക്ക് പോകണ വഴിക്ക് ഞാൻ ജസ്റ്റ് ഒരു സാധനം കണ്ടിട്ടാ, അതായത് BROയുടെ ഒരു ഇതാണ് ഇവർ ഇട്ട് വെച്ചേക്കണേ, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ശരിയാണ്ടാ, നമുക്കൊക്കെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടുകൊണ്ട് ഇതാക്കിയത്, കാരണം നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഈ ഒരു യാത്രയിൽ എനിക്ക് ഇത്രയും കയറി വരാൻ പറ്റുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നെങ്കിലും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവണമെന്നില്ല, പക്ഷേ ഇപ്രാവശ്യം ഞാൻ കയറി. പിന്നെ എൻ്റെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേയാണ്. ലേയിലേക്ക് എങ്ങനെ എത്തണം. അപ്പോൾ വണ്ടിയിലെ ഇതാണ്ട് റോഡ്, കാരണം ഇപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒഴുകണ ദ്രാസ് റിവറാണ് കേട്ടോ, ഈ അടിയിൽ കൂടെ ഒഴുകണ റിവർ. ഈ ഏരിയ കുറച്ച് ഡേഞ്ചറാണ്, കാരണം ഇത് കണ്ടില്ലേ ഇഷ്ടംമാതിരി കല്ലുകൾ വന്ന് കിടക്കണ്ടില്ലേ, അതായത് മണ്ണിടിഞ്ഞ് വീഴണം കേട്ടോ മേളിൽ നിന്ന്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല എപ്പോഴാണ് അബദ്ധങ്ങൾ ഉണ്ടാവണേന്ന്. നമ്മൾ കാർഗിലേക്ക് പോകണ വഴിക്കതേ കുറച്ച് റൈഡേഴ്സിനെ കണ്ടിട്ടാ. ഹായ് ഗൈസ്. आपका नाम? धनंजय. പേര്? മഖ്ദൂം. ഭവി. സാദ്. എങ്ങനെ പ്ലേസ്? കൃഷ്ണഗിരി, തമിഴ്നാട്. തമിഴ്നാട് വിജയവാഡ. ഓക്കെ. യുവർ ഫ്രണ്ട്സ്? we are friends from School friends. We are friends from 4th standard. And he is my friend from UKG. And he is his friend. And now is my friend. How many days you are planned in trip? We not planned how many days. No plan for return as of now. Yeah, we didn't book any return. We didn't have No, any return it's plan. only One way ticket. mindset. Yeah, അതാണ് നമുക്ക് വേണ്ടത്. Okay, nice to meet you guys and happy Nice to meet journey. you. Happy All the journey. best for your Thank all you. India trip. Thank you. Wish you all the best to Thank you. finish your journey success. Okay. Thank you. Okay, see you. Okay, thank you bro. Super bro. അപ്പോൾ ഇവർ നേരെ എന്തായാലും അങ്ങനെ ഫുള്ള് കറങ്ങാനാണ് പ്ലാൻ. എത്ര ഡേയ്സ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എന്തായാലും അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് അവർ. ഓക്കെ. അവർ ഫ്രണ്ട്സാണ് കേട്ടോ. ഞാനപ്പോൾ ആലോചിക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെയൊക്കെ അതേപോലൊരു യാത്ര പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു കാര്യമുണ്ടോ, ഇതേപോലെ ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടെ ബൈക്കിന് ഒരു ലഡാക്ക് യാത്ര ഒരു സ്വപ്നം തന്നെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് ആഗ്രഹിക്കാറുണ്ട് ആ ഒരു യാത്ര. പിന്നെ അത് നടക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാം പ്ലാൻ ചെയ്യണം. കാരണം ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി പോയിട്ടാ. കാരണം നമ്മളെ ഫ്രണ്ട്സൊക്കെ ഒരുപാടുണ്ട്, നമുക്കും ഇതേപോലെ ഫ്രണ്ട്സായിട്ട് ഇതേപോലൊരു ലഡാക്ക് യാത്ര ചെയ്യാൻ പറ്റണമല്ല എന്നുള്ളൊരു ഇതേ എല്ലാം സെറ്റാക്കണം. അപ്പോൾ അതേ ഇറക്കമുണ്ടാ. ഞാനപ്പോൾ ക്യാമറ ഒരു കയ്യിലാണ് പിടിച്ചേക്കണം. അപ്പോൾ എന്തായാലും പോണ വഴി നമുക്ക് കാഴ്ചകളുണ്ട് പോകണം. ഇനി ഏകദേശം 20 കിലോമീറ്റർ ആണ് കേട്ടോ കാർഗിലേക്ക്. നമ്മളിങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വേണ്ട കാലാവസ്ഥ അത്യാവശ്യം വെയിൽ കുറവുണ്ട്. ചില സ്ഥലത്ത് നല്ല വെയിലുണ്ട് കേട്ടോ, ചില സ്ഥലത്ത് വെയിൽ കുറവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സൈക്കിൾ അവിടെ വെച്ചിട്ട് ഇതേ കാർഗിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ ഉള്ളൂട്ടാ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ വീണ്ടും നമ്മൾ അവരെ വീട്ടിൽ ഗേറ്റ് രണ്ടുപേരും അടിയിലുണ്ട് റെസ്റ്റ് എടുക്കണേ കേട്ടാ. ബ്രോ അപ്പോൾ എന്താണ് ഇനി പ്ലാൻ? എങ്ങനെ നേരെ പ്ലാൻ ഒന്നുമില്ല. അടുത്ത് നമ്മൾ സാൻസ്കാർ.
ഹൻമാർഗിന്റെ ഒരു വില്ലേജ് ഉണ്ട്, അത് LOC ലൈൻ ഓഫ് കൺട്രോൾ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ ഉണ്ടല്ലേ, അവിടെ നിന്ന് ബോർഡർ. പിന്നെ അവിടെ നിന്ന് വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് POK കാണും. അത് കണ്ടിട്ട് പിന്നെ അത് ഇവിടെ ഉണ്ട് 10-11 കിലോമീറ്റർ ഉണ്ടല്ലേ. ഓഹോ, എന്തായാലും അടിപൊളി. അപ്പോൾ ഇവരെ വീണ്ടും കാണാൻ പറ്റില്ല, സന്തോഷമായിട്ടെ. ഇപ്പം നമ്മൾ വന്ന വഴിക്ക് നമുക്കൊരു സ്റ്റേയുടെ കാര്യം റെഡി ആയിട്ടുണ്ട്. അത് അറിയില്ല, ഒന്ന് ജസ്റ്റ് ആളുടെ നമ്പറും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ പോണേക്കൊന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അടിയിലൊന്ന് മനസ്സിലാട്ടോ. ഈ അടിയിലേക്ക് പോകണമെങ്കിൽ കുഴപ്പമുണ്ടോ? അടിയിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ ഇവിടെ ഉണ്ടോ നമ്മൾ ഒരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ്, പോകണോ? ഓക്കെ എന്നാ ശരി. ഓക്കെ അപ്പോൾ എന്തായാലും കാണാം എന്തായാലും. ഓക്കെ, ഏത് കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്തല്ലേ? അപ്പോൾ എന്തായാലും ഓക്കെ എന്നാ, കണ്ടിട്ട് സന്തോഷം. വീണ്ടും ഓക്കെ. ഇവിടെ ചെറിയൊരു കഫേ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ബ്രിഡ്ജ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടിയിലേക്ക് ഇറങ്ങാം കേട്ടോ. നമുക്ക് സ്റ്റേയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതായത് BROയിൽ വർക്ക് ചെയ്യണം നമ്മളൊരു മലയാളി ഉണ്ട്. അപ്പോൾ ആൾ വഴി വെച്ച് വണ്ടി നിർത്തി നമ്മൾ സംസാരിച്ച് ആളുടെ അങ്ങാടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങ് പോകണ്ട, അതായത് ഒരു ബ്രിഡ്ജൊക്കെ ഇനി കയറി പോകണം. നമ്മൾ ലേ പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ തന്നെ സൈക്കിളിൻ്റെ അതൊന്ന് സെറ്റ് ചെയ്യണം. അതിനി എവിടെ കിട്ടുമെന്ന് അറിയില്ല. ഈ സമയത്ത് എന്തായാലും കാർഗിലുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നോക്കണം. അപ്പോൾ നമ്മളിവിടെ എത്തിയട്ടെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ. കാരണം ഇതൊക്കെ ഫുള്ള് മറ്റേ ആർമിയുടെ ഇതിൽ പണിതാണ് കേട്ടോ. കാരണം ഇത് ഒരുപാട് നല്ല ഇതുള്ള സംഭവമാണ്, അതായത് നല്ല ഇത് വെയിറ്റ് താങ്ങിക്കുള്ളൂ ഇതിൽ. അതിൽ ഇവരെ സമ്മതിക്കണം കേട്ടോ. ഈ ഒരു പാലം കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും ഇങ്ങനത്തെ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഖൈബറിൻ്റെ ഇതിലാണ് പണിതേക്കണത്. അപ്പോൾ അതെന്തായാലും വലിയൊരു സംഭവം തന്നെ ഉണ്ട്. ഞാൻ നമ്മുടെ സൈക്കിൾ ഇവിടെ കൊണ്ടുവന്നത് കുറച്ച് വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്താൽ. അപ്പോൾ അത് സൈക്കിൾ താഴോട്ട് മറിഞ്ഞു വീഴാൻ പോകുന്നു. സൈക്കിളെ ഒന്ന് മറിഞ്ഞു വീണട്ടാ. പിന്നെയും പണിയായിട്ടുണ്ട് ക്യാരിയർ. പഠിച്ചവനിക്കറിയാം ഇനി എന്താക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാട്ടാ. നമ്മളങ്ങനെ കാർഗിലെത്തിയാട്ടാ. അപ്പം ഞാൻ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ട് അവിടെ നിന്ന് മറ്റേ ഗുളിക മേടിച്ചിട്ടാ. രാവിലെ ദ്രാസിൽ നമ്മൾ മേടിച്ച പ്രിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഒരു ഗുളിക മേടിച്ച് ഇനി ഒരു ഓയിൽമെൻറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അത് പോകണമെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ കാർഗിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ പുള്ളിയുടെ BROയിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകട്ടെ. അങ്ങനെ തേനീച്ച കുത്തിയതിൻ്റെ ഇതിൽ ആകെ ഇപ്പോൾ ഓയിൽമെൻറ്റ് കൂടെ കിട്ടി 170 രൂപ. 60 രൂപ മരുന്നിനും 110 രൂപ ഓയിൽമെൻറ്റിനും ആയിട്ടാ. അവസ്ഥ നമ്മളായിട്ട് കൊണ്ടുപോയി വെച്ച പണിയാണ്ടാ. അങ്ങനെ നമ്മൾ കാർഗിലൂടെ നടക്കണേണ്ട. കാർഗിലൂടെ നമ്മൾ സൈക്കിൾ ഓടിച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ടാ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വഴിയിൽ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് മാർക്കറ്റാണ് ഇത്. നമ്മളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മളിത് അതിൻ്റെ മേളിലാണ് കേട്ടോ നമ്മൾ കാർഗിലെത്തിയിട്ട് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഈ ഒരു പടിയേക്ക് കയറി നമ്മൾ സൈക്കിൾ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തതും അതിൻ്റെ മേലിലേക്ക് ഉണ്ട്. അതിൻ്റെ മേലൊരു ഷെഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഷീറ്റില്ല. അപ്പോൾ കാരണം ഒരു വല്ലാത്തൊരു മെമ്മറിയാണ്. എന്ത് പറയാനാണ്, ഒരു നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു നിമിഷം ഉണ്ടാകും. വല്ലാത്തൊരു ഓർമ്മയുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം തിരക്കിയത് അതാണ് കേട്ടോ. അല്ലേ